everyone. CurryandSpicesRanjusOwn wishes you all a very happy new year. 2019 ഇതിന്റെ ഫസ്റ്റ് എപ്പിസോഡാണ്. ഇത്രയും നാളും നിങ്ങൾ എല്ലാവരും തന്ന സപ്പോർട്ടിന് ഒരു ബിഗ് താങ്ക് യു. ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു വെജിറ്റബിൾ സൂപ്പാണ്. അത് എല്ലാ വെജിറ്റബിൾസും ഒരുമാതിരി എല്ലാ വെജിറ്റബിൾസും ഇട്ടിട്ടുണ്ട് അതിനകത്ത്. ഞാൻ നോർമലി ഇവിടെ ഉണ്ടാക്കാറുള്ളതാണ്. വീഡിയോക്കിനാണെങ്കിലും ഭയങ്കര ഇഷ്ടമുള്ള ഒരു സൂപ്പാണ്. ഇത് ശരിക്കും നമ്മളുടെ സ്റ്റൊമക്ക് ഫീൽ ചെയ്യും. ഇപ്പം പ്രത്യേകിച്ച് ഇപ്പം എല്ലായിടത്തും തണുപ്പ് ടൈമാണ് അല്ലേ. ഇപ്പം വിന്റർ സമയത്ത് നമുക്ക് സൂപ്പ് നമ്മളുടെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു ഫുഡായിട്ടും നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. ഇതിപ്പം ലഞ്ചിനാണെങ്കിലും ഡിന്നറിനാണെങ്കിലും നമുക്ക് ഒരു ഹെവി ആയിട്ടുള്ള ഒരു സൂപ്പാണ്. ഇതിനകത്ത് ഞാൻ മൈദ ഒന്നും ഇട്ടിട്ടില്ല, എന്നാൽ ഇത് നല്ല തിക്കായിട്ടുള്ള സൂപ്പാണ്. അത് എങ്ങനെയാണ് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് അങ്ങനെ തിക്കായിട്ടുള്ളത് എന്നുള്ളത്. ഇനി നമുക്ക് നമ്മുടെ ഹെൽത്തി വെജിറ്റബിൾ സൂപ്പ് ഒന്ന് നോക്കിയാലോ. അപ്പൊ വെജിറ്റബിൾ സൂപ്പ് എങ്ങനെയാ ഉണ്ടാക്കുക നോക്കണ്ടേ? അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഫസ്റ്റ് നോക്കാം. ഒരു ഫുൾ ക്യാരറ്റ്, പിന്നെ ചെറിയ ഒരു പൊട്ടറ്റോ, സവോള 1, ടൊമാറ്റോ 1, ബീൻസ് 3-4 ബീട്രൂട്ട് ഒരു ചെറിയൊരു കഷ്ണം, പിന്നെ കോളിഫ്ലവർ അതേപോലെ തന്നെ ഒരു 3-4 ഫ്ലോററ്റ്സ്, അത് ഞാൻ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചി 1 ടീസ്പൂൺ, വെളുത്തുള്ളി 1 ടീസ്പൂൺ, ബേ ലീഫ് 1, പിന്നെ ആവശ്യത്തിന് പെപ്പർ, സോൾട്ട്. നമ്മൾ കുക്കറിലാണ് ഇപ്പം ഞാൻ ഉണ്ടാക്കാൻ പോണേ. ഇത് നിങ്ങൾക്ക് നോർമൽ പോട്ടിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. കുക്കറാകുമ്പോൾ പെട്ടെന്ന് ആവും, അതുകൊണ്ടാണ് ഞാൻ കുക്കറിൽ തന്നെ കാണിക്കുന്നത്. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെജിറ്റബിൾ സൂപ്പാണ്. ഫസ്റ്റ് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് കുറച്ച് എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഈ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ അരിഞ്ഞതൊന്ന് ഇട്ട് കൊടുക്കുക. ബ്രൗൺ കളറൊന്നും ആവണ്ട, ജസ്റ്റ് ഒരു മൂത്ത മണം വരണം. മാക്സിമം 2 മിനിറ്റ് വഴറ്റിയാൽ മതി. ഒരു 2 മിനിറ്റ് ഇപ്പം നമ്മളിത് വഴറ്റി ഇതിലേക്ക് സവോള, ഒരു സവോള നീളത്തിൽ, അത് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കട്ട് ചെയ്യാം. കാരണം ഇത് എന്തായാലും നമ്മൾ നന്നായിട്ട് വേവിച്ചെടുക്കാൻ പോവുകയാണ്. ജസ്റ്റ് ഒരു 2 മിനിറ്റോളം സവാള ഒന്ന് വഴറ്റുക. ഇതുവരെ ലോ ഫ്ലെയിം ആയിരുന്നു. ഞാൻ സവാള ഇട്ട് കഴിഞ്ഞപ്പം അത് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇതൊന്ന് ട്രാൻസ്ലുസൻ്റ് ആവണത് വരെ മതി. ഇപ്പം സവാള ഏകദേശം ഒന്ന് ആയിട്ടുണ്ട്. ഇനി നമ്മളുടെ ബേ ലീഫ്, അതേപോലെ എല്ലാ വെജിറ്റബിൾസും ഒന്ന് ഇടുക. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ഇതിനകത്തിപ്പോൾ വെജിറ്റബിൾസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം ഇടാം. ഞാൻ നോർമലി ഇത്രയും വെജിറ്റബിൾസ് ആണ് ഇടാറുള്ളത്. നമ്മൾ പൊട്ടറ്റോ ഇടുന്നത് കുറച്ചൊരു തിക്നെസ്, നമ്മളുടെ സൂപ്പിന് കുറച്ച് വെള്ളം പോലെ ഇരിക്കില്ല, നല്ല തിക്കായിട്ടിരിക്കുക. കാരണം അല്ലാതെ നമ്മൾ മൈദയൊന്നും ഇടുന്നില്ല. അപ്പം അതിന് പകരമായിട്ടാണ് നമ്മൾ പൊട്ടറ്റോ ഇടുന്നത്. ഇതൊരു 2 മിനിറ്റ് നമുക്കൊന്ന് വഴറ്റി കൊടുക്കുക. ഇതിനകത്ത് നിങ്ങൾക്ക് കോൺ, മഷ്റൂം ഇതെല്ലാം ഇടാൻ പറ്റും. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഇനിയും ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം. അപ്പം ഞാനിതൊന്ന് ഈ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് മുങ്ങിക്കിടക്കാനുള്ള വെള്ളം അപ്പം ഇതിനകത്ത് ഒഴിക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇതൊരു 2-3 വിസിൽ നമുക്ക് കേൾപ്പിച്ചെടുക്കാം. ഇപ്പോൾ 2-3 വിസിലൊക്കെ കേൾപ്പിച്ച് ഒന്ന് ഓഫ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു. ഇനി നമുക്കിത് വെന്തോന്നൊക്കെ നോക്കണ്ടേ. ഇപ്പം കഷ്ണങ്ങളെല്ലാം ഒന്ന് വെന്തിട്ടുണ്ട്. ഇതിനകത്തിപ്പോൾ വേവ് കൂടുതലുള്ളത് പൊട്ടറ്റോ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം പെട്ടെന്ന് ഒറ്റ വിസിലിൽ തന്നെ വേവണതാണ്. അപ്പം ഇതെല്ലാം നന്നായിട്ട് പൊട്ടറ്റോയും എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഭയങ്കരമായിട്ടുള്ള ചൂടൊന്ന് മാറിയിട്ട് ഒരു ബ്ലെൻഡറിലിട്ടിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. ഇതിപ്പം ഹാൻഡ് ബ്ലെൻഡർ ഇല്ലാത്തവരാണെങ്കിൽ മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. ഇനി നമ്മളിത് നന്നായിട്ട് ഇപ്പോൾ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തു. ഇനി ഇതൊന്ന് ഫിൽറ്റർ ചെയ്തെടുക്കുക. ഇതിങ്ങനെ കുടിക്കേണ്ടവർക്ക് കുടിക്കാം, പക്ഷേ എന്നാലും അതിനകത്ത് ചിലപ്പം എന്തെങ്കിലുമൊക്കെ ഒന്ന് കടിക്കും. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ എന്തെങ്കിലും ഒന്ന് കടിച്ചു കഴിഞ്ഞാൽ അത് ഇഷ്ടമുള്ളവർക്ക് കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇതേപോലെ ഒന്ന് സ്ട്രെയിൻ ചെയ്ത് എടുക്കുന്നത് നല്ലതാണ്.
ഇത് മുഴുവനും ഒന്ന് നന്നായിട്ടൊന്ന് സ്ട്രെയിൻ ചെയ്തു. ഇത്രയും കുറച്ച് നമ്മളുടെ മട്ട് പോലെ ഇങ്ങനെ കിടപ്പുണ്ട്. അപ്പോൾ ഇത് നമ്മൾ സ്ട്രെയിൻ ചെയ്തില്ലെങ്കിൽ ഇതിങ്ങനെ ചെറുതായിട്ട് നമ്മൾ ആ സൂപ്പ് കുടിക്കുമ്പോൾ ഒരു സുഖം കിട്ടില്ല. ഇങ്ങനെ ചെറിയ തരി പോലെ കിടക്കും. ഇത് ചൂടില്ലെങ്കിൽ കുറച്ചൊന്ന് ചൂടാക്കിയിട്ട് പെപ്പറും സോൾട്ടും ആവശ്യത്തിന് ഇട്ട് നമുക്കത് യൂസ് ചെയ്യാം. ഇതിപ്പോൾ ബീട്രൂട്ട് ഇട്ടതുകൊണ്ടാണ് ഒരു റെഡ് ആയിട്ടാണ് ഇരിക്കുന്നത് സൂപ്പ്. ബീട്രൂട്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു ബ്രൗൺ കളറിലായിരിക്കും. ഇതിനകത്ത് ആവശ്യത്തിന് പെപ്പർ, പിന്നെ ഉപ്പ് വേണമെങ്കിൽ ഉപ്പും കൂടി ചേർക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇത് നല്ല ചൂടോടുകൂടെ തന്നെ നമുക്ക് സെർവ് ചെയ്യാം. ഇതൊന്ന് ചെറുതായിട്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ ഒന്ന് ഗാർണിഷൊക്കെ ചെയ്ത് വേണമെങ്കിൽ ഒന്ന് കൊടുക്കുക. ഇപ്പോൾ ഈ മിക്സ് വെജിറ്റബിൾ സൂപ്പ് നമുക്ക് നേരത്തെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആവശ്യമുള്ളപ്പം കുറച്ചെടുത്ത് ചൂടാക്കി നമുക്ക് കഴിക്കാം. ഇപ്പം 4 പേർക്ക് കഴിക്കാവുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് ഞാൻ ഇന്ന് കാണിച്ചിട്ടുള്ളത്. ഈ മിക്സ് വെജിറ്റബിൾ സൂപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കറി ആൻഡ് സ്പൈസസ് രഞ്ജു സോൺ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ.